ഞാൻ പറയാൻ പോകുന്ന കാര്യം കുറച്ച് നേരത്തേക്ക് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. നമ്മുടെ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യുന്നു, നമ്മുടെ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യുന്നു, EMI അടയ്ക്കുന്നു, റെൻ്റ് അടയ്ക്കുന്നു, സ്കൂൾ ഫീസ് അടയ്ക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവം നടക്കുന്നു. അങ്ങനെ വളരെ അൺഎക്സ്പെക്റ്റഡ് മോശമായിട്ടൊരു സംഭവം നടക്കുന്ന സമയത്ത് നമ്മുടെ ഫാമിലി പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നു. കുട്ടികളുടെ പഠനം എന്ത് ചെയ്യും, എങ്ങനെ റെൻ്റ് അടയ്ക്കും, എങ്ങനെ EMI കൊടുക്കും, മൊത്തത്തിലുള്ളൊരു വലിയ കെയോസിലേക്ക് അവർ പോകുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ടേം ഇൻഷുറൻസ് നമ്മളെ നമ്മുടെ ലൈഫിൽ രക്ഷിക്കുന്നത്. അതേസമയം അതില്ലെങ്കിൽ നമ്മുടെ ലൈഫ് മുഴുവനായിട്ട് ഡിസ്ട്രോയ് ആയി പോകുന്നത്. ടേം ഇൻഷുറൻസിനെ പറ്റിയുള്ള എല്ലാ കൺഫ്യൂഷനും നമുക്ക് ഈ വീഡിയോയിൽ കൂടെ മാറ്റാം. അപ്പോൾ ഈ വീഡിയോ വളരെ സിമ്പിളായിട്ട് 2025-2026 നിങ്ങൾക്ക് ഞാൻ തരുന്ന വളരെ സിമ്പിളായിട്ടുള്ള ടേം ഇൻഷുറൻസ് ഗൈഡാണ്. നിങ്ങളൊരു പോളിസി എടുക്കുന്നതിന് മുമ്പ് ഇത് മുഴുവൻ കാണാൻ ശ്രമിക്കുക. നമുക്ക് ബേസിക്സ് തൊട്ട് പഠിച്ചു തുടങ്ങാം. ട്രഡീഷണൽ ആയിട്ടുള്ള പോളിസീസ് നമുക്കൊക്കെ അറിയാമായിരിക്കും. ഫോർ എക്സാമ്പിൾ എൻഡോവ്മെന്റ് പോളിസീസ്, മണി ബാക്ക് പോളിസീസ്, അതല്ലെങ്കിൽ യുലിപ് പ്ലാൻസ്. ഇതെല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലാൻസ് ആണ്. അത് മാത്രമല്ല ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ടൈനി ആയിട്ടുള്ള ഇൻഷുറൻസ് കവർ. നമ്മളൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരാൾ 50,000 രൂപ എല്ലാ വർഷവും ഇതിന് പ്രീമിയം ആയിട്ട് അടയ്ക്കുന്നു. അങ്ങനെ 25 വർഷം അവർ അടയ്ക്കുന്നു. ഇയർലി ഏകദേശം 10 ലക്ഷം രൂപയുടെ കവറേജ് അവർക്ക് കിട്ടുന്നു. ഇങ്ങനെ 25 വർഷം അവർ കണ്ടിന്യൂസ് അടച്ചു പോയാൽ ഇതെല്ലാം അടച്ചു കഴിയുന്ന സമയത്ത് അവർ സർവൈവ് ചെയ്താൽ അവർക്ക് 10-12 ലക്ഷം രൂപ തിരിച്ചു കിട്ടും. ബേസിക്കലി 5-6% മാത്രം റിട്ടേൺസ്. അത് FD-യേക്കാളും കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രഡീഷണൽ പോളിസീസിന്റെ കുഴപ്പം എന്താണ്? ഇൻഷുറൻസ് കവറേജ് വളരെ കുറവായിരിക്കും, റിട്ടേൺസ് വളരെ കുറവായിരിക്കും, നീണ്ട കാലത്തേക്കുള്ള ലോക്ക് ഇൻ പീരീഡ് ഉണ്ടായിരിക്കും, ഫ്ലെക്സിബിലിറ്റി ഒട്ടും തന്നെ കാണില്ല. ഇതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ട്രഡീഷണൽ പ്ലാൻസ് എടുക്കുന്ന ആളുകൾ അണ്ടർ പ്രൊട്ടക്റ്റഡ് ആയി പോകുന്നത്. ഇനി നമുക്ക് എന്താണ് ടേം ഇൻഷുറൻസ് എന്ന് മനസ്സിലാക്കാം. ടേം എന്ന് വെച്ചാൽ പീരിയഡ്, അതായത് ഒരു സമയം. നമ്മൾ ആ സ്പെസിഫിക് ഡ്യൂറേഷന് വേണ്ടിയിട്ടുള്ള പോളിസി എടുക്കുന്നു. ആ സ്പെസിഫിക് ഡ്യൂറേഷന്റെ സമയത്ത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ ഫാമിലിക്ക് ഫുൾ കവറേജും, ഇനി നമ്മൾ ആ ഡ്യൂറേഷൻ സർവൈവ് ചെയ്താൽ നമുക്കൊന്നും കിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഷോക്ക്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അത് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. കാരണം ഇത് ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഇത് ഇൻഷുറൻസ് ആണ്, അതല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ആണ്. നമ്മൾ റെന്റ് ഒക്കെ അടയ്ക്കുന്നത് പോലെ തന്നെ നമ്മുടെ സേഫ്റ്റിക്കും പ്രൊട്ടക്ഷനും വേണ്ടി നമ്മൾ കൊടുക്കുന്ന പണമാണിത്. റിട്ടേൺസ് നോക്കിയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരാൾക്ക് ഇപ്പോൾ 30 വയസ്സായി എന്ന് കരുതുക. അദ്ദേഹം അടുത്ത 30 വർഷത്തേക്ക് 1 കോടി രൂപയ്ക്കുള്ള ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രീമിയം എത്രയായിരിക്കും വരുന്നത്? ഒരു 800 തൊട്ട് 1000 രൂപ വരെ ആയിരിക്കും ഒരു മാസം വരുന്നത്. ഇപ്പം അദ്ദേഹം 45-ാമത്തെ വയസ്സിൽ മരിച്ചു പോയാൽ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് 1 കോടി രൂപ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും. പക്ഷേ അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി 30 വർഷവും ജീവിച്ചാൽ അവർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. പകരമായിട്ട് അവർക്ക് കിട്ടിയത് എന്താണ്? ആ 30 വർഷം അവർ ജീവിച്ച അവരുടെ പീസ് ഓഫ് മൈൻഡ് ആണ് അവർക്ക് അതിന് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഷുറൻസുകളിലായിരുന്നു അദ്ദേഹം ചേർന്നിരുന്നതെങ്കിൽ അദ്ദേഹം കൂടുതൽ പ്രീമിയം കൊടുക്കേണ്ടതായിട്ട് വന്നേനെ. ആ ബാക്കി ഉള്ള കൂടുതൽ പ്രീമിയം അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും നല്ല സ്ഥലത്ത് മ്യൂച്വൽ ഫണ്ടിലോ FD-യിലോ RD-യിലോ ഒക്കെ അദ്ദേഹം നിക്ഷേപിച്ചാൽ അവിടെ നിന്നും അദ്ദേഹത്തിന് അവിടെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ റിട്ടേൺസ് കിട്ടും. നല്ല രീതിയിൽ മാനേജ് ചെയ്ത് നല്ല ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ 8-12% വരെ റിട്ടേൺസ് ഉണ്ടാക്കാൻ സാധിച്ചേക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ബോത്ത് പ്രൊട്ടക്ഷനും ഗ്രോത്തും അദ്ദേഹത്തിന് കിട്ടും. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് സെറോദ ബാക്ക്ഡ് പ്ലാറ്റ്ഫോമായ ഡിറ്റോയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ്. അവർ നമുക്ക് ഓണസ്റ്റും സ്പാം ഫ്രീയുമായിട്ടുള്ള ഇൻഷുറൻസ് അഡ്വൈസുകൾ തരും. ശരിയായിട്ടുള്ള പ്ലാൻ ചൂസ് ചെയ്യാനായിട്ടുള്ള ഫ്രീ കൺസൾട്ടേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചേരുന്ന ശരിയായിട്ടുള്ള ഇൻഷുറൻസ് ചൂസ് ചെയ്യാൻ നിങ്ങൾ ട്രബിൾഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഡിറ്റോയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഒരു ഫ്രീ കോൾ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവിടെ മലയാളം സ്പീക്കിംഗ് അഡ്വൈസേഴ്സും അവൈലബിൾ ആണ്. നിങ്ങൾ ഈ കോൾ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ആ ക്വറി ടൈപ്പ് ചെയ്യുന്ന സ്ഥലത്ത് മലയാളം അഡ്വൈസറിനെ വേണം എന്ന് പറഞ്ഞിരുന്നാൽ മാത്രം മതിയാവും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി ടോപ്പിക്ക് സംസാരിക്കാം. 5 തരത്തിലുള്ള ടേം ഇൻഷുറൻസ് പ്ലാനുകൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ലെവൽ ടേം പ്ലാൻ. നമ്മൾ ഒരേ പ്രീമിയം നമ്മുടെ പോളിസി എൻഡ് ചെയ്യുന്നത് വരെ അടച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഹെൽത്തിന് എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നാൽ പോലും ആ സെയിം പ്രീമിയം തന്നെയാണ് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തത് ഇൻക്രീസിങ് ടേം പ്ലാൻ. ഇവിടെ നമ്മുടെ കവറേജ് എല്ലാ വർഷവും 5-10% വരെ കൂടും, നമ്മുടെ ഇൻഫ്ലേഷനെ മാച്ച് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ പ്രീമിയം ഇവിടെ സ്ലൈറ്റ്ലി ഹയറുമായിരിക്കും. ഇനി 3, ഡിക്രീസിങ് ടേം പ്ലാൻ. ഇവിടെ കവറേജ് മുന്നോട്ട് പോകും തോറും കുറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ കാരണം നമ്മൾ ഓരോ മനുഷ്യരും വളർന്ന് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലയബിലിറ്റീസ് കുറയും. അതായത് കുട്ടികൾ നമ്മളെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആയി അവർ മറ്റ് മേഖലയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ലയബിലിറ്റീസ് കുറയും. ഇത് മെയിൻലി നമുക്ക് വലിയ ലോൺ ഉണ്ടെങ്കിലാണ് കൂടുതൽ ഉപകാരപ്രദമാകുന്നത്. ഫാമിലി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇത് കൺസിഡർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇനി 4, റിട്ടേൺ ഓഫ് പ്രീമിയം. നമ്മൾ സർവൈവ് ചെയ്യുകയാണെങ്കിൽ പ്രീമിയം നമുക്ക് റിട്ടേൺ കിട്ടും. ഇവിടെ 70-100% പ്രീമിയം കൂടുതലാണ് മറ്റുള്ളത് വെച്ച് കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ.
അങ്ങനെ നമുക്ക് റിട്ടേൺസ് കിട്ടുന്നതും ഒരു 3-4% ഒക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് അത്രത്തോളം യൂസ്ഫുൾ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനി അഞ്ചാമത്തത് സീറോ കോസ്റ്റ് അല്ലെങ്കിൽ എക്സിറ്റ് ഓപ്ഷൻ ടേം പ്ലാൻ. നമ്മൾ നോർമലി പേ ചെയ്യുന്നത് പോലെ തന്നെ പേ ചെയ്യുന്നു. 60-65 ആവുന്ന സമയത്ത് നമ്മുടെ പ്ലാൻ നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രീമിയം റീഫണ്ട് ചെയ്യും. ഇത് യൂസ്ഫുൾ ആണ്, പക്ഷേ ഓപ്ഷനിലാണ്. ഇനി അടുത്ത സെക്ഷൻ, നമ്മൾ എത്ര കവറേജ് നമുക്ക് വേണ്ടിയിട്ട് എടുക്കണം. ഫിനാൻഷ്യൽ അഡ്വൈസർക്ക് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയുണ്ട്. നമുക്ക് ആവശ്യമുള്ള കവറേജ് ഈസ് ഈക്വൽ ടു ആനുവൽ എക്സ്പെൻസ് ഇൻറ്റു 20 പ്ലസ് ലോൺസ് മൈനസ് എക്സിസ്റ്റിംഗ് അസറ്റ്സ്. അതായത് ഇപ്പോൾ നമ്മുടെ ഫാമിലി എക്സ്പെൻസ് 40,000 രൂപയാണ് ഒരു മാസം എന്ന് കരുതുക. അപ്പോൾ 4.8 lakhs പെർ ഇയർ. അതേ ഇൻറ്റു 20, അതായത് 96 ലക്ഷം രൂപ. ഇനി ഒരു 20 ലക്ഷം രൂപ ലോൺ ഉണ്ടെന്ന് കരുതുക. ഈ 96 ലക്ഷത്തിൻ്റെ കൂടെ 20 ലക്ഷം ആഡ് ചെയ്യുക. ഇനി നമുക്ക് ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അസറ്റുകൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ 10 ലക്ഷം രൂപ ഉണ്ടെന്ന് കരുതുക, അത് അതിൽ നിന്ന് കുറയ്ക്കുക. ഇപ്പോൾ ഫൈനൽ കവറേജ് എത്രയാണ് കിട്ടുന്നത്? 1.06 crores. നമുക്കത് റൗണ്ട് ഓഫ് ചെയ്ത് 1.1 crores എന്ന് എടുക്കാം. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അടുത്ത 20 വർഷത്തേക്കുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് നമ്മുടെ ഫാമിലിക്ക് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഇൻഫ്ലേഷനും കൂടെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൂടെ കൺസിഡർ ചെയ്തിട്ടുള്ളൊരു എമൗണ്ട് വേണമെങ്കിൽ ഇടാം. ഇനി എത്ര നാളത്തേക്കുള്ള പോളിസി നമ്മൾ എടുക്കണം? ഒരുപാട് ആളുകൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ 80 വയസ്സ് വരെയോ 90 വയസ്സ് വരെയോ ഒക്കെ ടേം ഇൻഷുറൻസ് എടുക്കണം, കാരണം ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് നമ്മൾ മരിക്കുമല്ലോ, ഡെത്ത് ഗ്യാരണ്ടീഡ് ആണല്ലോ. പക്ഷേ ശരിക്കുള്ള ലോജിക്ക് അങ്ങനെയല്ല. നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എപ്പോൾ തീരുന്നോ, അതല്ലെങ്കിൽ നമ്മുടെ ലയബിലിറ്റീസ് എപ്പോൾ തീരുന്നോ, അപ്പോൾ നമ്മൾ ടേം ഇൻഷുറൻസ് നിർത്തുന്നതായിട്ട് വേണം പ്ലാൻ ചെയ്യാൻ. നമ്മുടെ കിഡ്സിൻ്റെ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മോർഗേജോ അതൊക്കെ നമുക്കൊരു 60-65 തീരുന്ന ആ ഒരു രീതിയിലാണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് ടേം ഇൻഷുറൻസ് എൻഡ് ചെയ്യുന്നത് പോലെ വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ. കാരണം അതിനുശേഷം നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ആരും ഫിനാൻഷ്യലി ജീവിക്കുന്നില്ല. അങ്ങനെ നമ്മൾ എക്സ്ട്രാ ലോങ് ടെന്യൂർ ഒക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വെറുതെ നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് പ്രീമിയം കൊടുക്കുന്നത് ചൂസ് ചെയ്യുന്നതിലും ബെറ്റർ നമുക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ നമ്മളൊരു ടെന്യൂർ ചൂസ് ചെയ്യുന്നതാണ്. മാത്രമല്ല അത്രയും കാലത്തിന് ശേഷമായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പോലും ആ പണം നമുക്ക് കിട്ടുന്നത്. ഒരുപാട് ദൂരെ ഉള്ള കാലത്തിൽ ഇപ്പോൾ 1 കോടി രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ന് 10-15 ലക്ഷം രൂപ കിട്ടുന്നത് പോലെ ആയിരിക്കുള്ളൂ. സോ ഐഡിയൽ ലെങ്ത് എന്ന് പറയുന്നത് നമുക്കൊരു 60-65 ഏജ് ഒക്കെ ആവുന്നത് വരെയാണ്, 80-90 ഒന്നും അല്ല. ഇനി നമ്മളൊരു ടേം ഇൻഷുറൻസ് ഇന്ന് എടുക്കണോ? യെസ്, എത്രയും പെട്ടെന്ന് എടുക്കാമോ അത്രയും ബെറ്റർ. കാരണം പ്രീമിയം ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടേഴ്സിലാണ്? ഏജ്, ഹെൽത്ത്, ലൈഫ് സ്റ്റൈൽ. നമ്മൾ എത്രത്തോളം യങ്ങർ ആവുന്നോ നമ്മുടെ പ്രീമിയം കുറയും. നമ്മൾ എത്രത്തോളം ഹെൽത്തിയർ ആണോ നമ്മുടെ പ്രീമിയം ചീപ്പർ ആവും. നമ്മളൊരു നോൺ സ്മോക്കർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീമിയം കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏജും ഹെൽത്തും ലൈഫ് സ്റ്റൈലും മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് വേണം. നമുക്ക് പാൻ കാർഡ് വേണ്ടി വരും, ആധാർ കാർഡ് വേണ്ടി വരും, ഇൻകം പ്രൂഫ് വേണം, ഹെൽത്ത് ഡിക്ലറേഷൻ ഉണ്ട്, മെഡിക്കൽ ടെസ്റ്റ് അവർ ചോദിക്കുകയാണെങ്കിൽ നമ്മളത് ചെയ്യണം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന 2 പോയിന്റ്സ് കൂടെ ഞാൻ പറയാം. ഇൻകം പ്രൂഫ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ എത്രത്തോളം കവറേജിന് എലിജിബിൾ ആണ് എന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഹെൽത്ത് ഡിക്ലറേഷൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് വളരെ ഓണസ്റ്റ് ആയിട്ട് വേണം കൊടുക്കാൻ. നമ്മൾ എന്തെങ്കിലും മറച്ചു വെച്ചാൽ ക്ലെയിം റിജക്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന റൈഡേഴ്സ് ഏതൊക്കെയാണ്? റൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോളിസിയിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒന്ന്, ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കുകയാണെങ്കിലാണ് കിട്ടുന്നത് എന്ന്. ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ അസുഖങ്ങൾ വന്നാലും നമുക്ക് ഇത് കവർ ചെയ്ത് കിട്ടും. ഫോർ എക്സാമ്പിൾ ക്യാൻസർ കവർ എടുക്കാം, കിഡ്നി ഫെയിലിയർ എടുക്കാം, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, ഇതിനൊക്കെ നമുക്ക് റൈഡേഴ്സ് അവൈലബിൾ ആണ്. ഇനി 2, വേവർ ഓഫ് പ്രീമിയം റൈഡർ. നമുക്ക് എന്തെങ്കിലും ക്രിട്ടിക്കലി ഒരു അസുഖം വരികയോ നമ്മൾ ഡിസേബിൾഡ് ആയി കിടക്കുക അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പ്രീമിയം മുഴുവൻ വേവ് ചെയ്ത് കിട്ടും, അതായത് അത് ഓഫ് ആക്കി കിട്ടും. ഇനി 3ാമത്തെ റൈഡർ, ടെർമിനൽ ഇൽനെസ് റൈഡർ. ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുകയാണ് നിങ്ങൾക്ക് ഒരുപാട് കാലം ഇനി ജീവിക്കാനില്ല, എന്തെങ്കിലും ഒരു ഇൽനെസ് കാരണം അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ പോളിസി നമുക്ക് പേയ്മെന്റ് നേരത്തെ തരും. ഇനി ഇതല്ലാത്ത ഓപ്ഷണൽ റൈഡേഴ്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ ആക്സിഡന്റൽ ഡെത്ത് ഒരു ഓപ്ഷണൽ റൈഡർ ആണ്. ഇനി ലൈഫ് സ്റ്റേജ് ഇൻക്രിമെന്റ് ഉണ്ട്, അതായത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ എമൗണ്ട് ഇൻക്രീസ് ചെയ്യും. എപ്പോൾ നമുക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോഴോ അതല്ലെങ്കിൽ നമ്മളൊരു കല്യാണം കഴിക്കുമ്പോഴോ ഒക്കെ അത് ഇൻക്രിമെന്റ് ചെയ്തു പോകും. ഇനി ക്വിക്കായിട്ട് എന്ന് പറയട്ടെ, നമ്മൾ എങ്ങനെ ഒരു നല്ല ഇൻഷുറൻസ് കമ്പനിയെ ചൂസ് ചെയ്യും? കുറച്ച് മെട്രിക്സ് നമ്മൾ ചെക്ക് ചെയ്യണം. ഒന്ന്, CSR, ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. ഒരു 97%-നൊക്കെ മുകളിലാണെങ്കിൽ നല്ല കാര്യം. സെക്കൻഡ്, ASR, അമൗണ്ട് സെറ്റിൽമെന്റ് റേഷ്യോ. ഒരു 90%-നൊക്കെ എബോവ് ആണെന്നുണ്ടെങ്കിൽ നല്ലത്. ഇനി 3, കംപ്ലൈൻസ് റേഷ്യോ. ഓരോ 10,000 ക്ലെയിമിനും 20-ൽ താഴെയാണ് കംപ്ലൈന്റ് വരുന്നതെങ്കിൽ അത് മോശമില്ല എന്ന് കരുതാം. ഇനി 4, സോൾവൻസി റേഷ്യോ. അത് 2-നേക്കാളും കൂടുതലുമായിരിക്കും. ഇതെല്ലാം ചേരുന്ന ഒരു കമ്പനി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏത് കമ്പനിയാണ് നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് വലിയ പ്രശ്നമില്ലാതെ പേ ചെയ്യാൻ പോകുന്നത് എന്ന്. അപ്പോൾ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് വെറും ഒരു പോളിസി മാത്രമല്ല, അതൊരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. നമ്മളില്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്ന ഒരു പേപ്പറും കൂടിയാണ് ഈ ടേം ഇൻഷുറൻസ്. സോ ആ ഡിസിഷൻ വളരെ വൈസ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചേരുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻഷുറൻസ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിറ്റോയിലെ ഒരു എക്സ്പേർട്ടുമായിട്ടൊരു ഫ്രീ കോൾ ബുക്ക് ചെയ്യുക. മലയാളം സ്പീക്കിംഗ് അഡ്വൈസേഴ്സും അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ ഫ്രീ കോൾ ബുക്ക് ചെയ്യുന്ന ക്വറി ഫില്ല് ചെയ്യുന്ന സമയത്ത് മലയാളം അഡ്വൈസേഴ്സ് വേണം എന്ന് പറഞ്ഞാൽ മാത്രം മതിയാവും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സംശയങ്ങളൊക്കെ മാറി എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കോളിൽ അഡ്വൈസേഴ്സിനോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.